അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. എൻ്റെ മുത്തുകളെ സ്വത്തുക്കളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ. നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഒരു അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ. അതിലെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ടോപ്പിക്കാണ് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും. സസ്യ പോഷകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ എന്താണ് പ്ലാൻ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് പഠിക്കാണ്ട്. അതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി അതാണോ മൈക്രോ ന്യൂട്രിയൻസ് അതോ ഇതാണോ മൈക്രോ ന്യൂട്രിയൻസ്? പക്ഷേ ഇനി മാറരുത്. ഓക്കെ, അതിനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാം. സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ്. മൈക്രോ ന്യൂട്രിയൻസിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസിനും കുറേ ഉദാഹരണങ്ങളുണ്ട്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാടാ, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എന്നാൽ കേട്ടോ. ആദ്യം എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്, എന്താണ് മാക്രോ ന്യൂട്രിയൻസ് മനസ്സിലാക്കാം. ആദ്യം ന്യൂട്രിയൻസ് എന്താണ്? സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് ന്യൂട്രിയൻസ്. അതായത് സസ്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാൻ, നല്ല ഉഷാറായിട്ട് വളരാൻ, അടിപൊളിയായിട്ട് വളരാൻ എന്താവശ്യമുണ്ട്? ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. നമുക്ക് ഉഷാറായിട്ട് വളരണമെങ്കിൽ എന്താവശ്യമുണ്ട്? ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സസ്യങ്ങൾക്ക് ഉഷാറായിട്ട് വളരണമെങ്കിലും എന്താവശ്യമുണ്ട്? ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. ആ ന്യൂട്രിയൻസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും. അതിൻ്റെ മലയാളം മാക്രോ ന്യൂട്രിയൻറ്റുകൾ, മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്നാണ്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരാല്ല, മലയാളം ഇംഗ്ലീഷൊക്കെ സെയിം ആണ്. ഓക്കെ, ഇനി എന്താണ് മാക്രോ, എന്താണ് മൈക്രോ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് എന്ത്? മൈക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻറ്റുകൾ. എടാ, നിങ്ങൾ ഈ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചെറിയ കുഞ്ഞു സാധനങ്ങൾ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് മൈക്രോസ്കോപ്പ്. അതായത് നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാത്ത സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇതാ ഈ റിമോട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാം, ഈ പേന എൻ്റെ കണ്ണുകൊണ്ട് കാണാം. പക്ഷേ ഇവിടെ ഇതാ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ റിമോട്ടുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാം, ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ കണ്ണുകൊണ്ട് കാണുമില്ല. അത്രത്തോളം കുഞ്ഞു മൈക്രോ ഓർഗാനിസത്തിനെ നോക്കുന്ന സാധനമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഇനി അതുപോട്ടെ, ഈ മൈക്രോബിറ്റ് നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പിയൊക്കെ അടിക്കുമ്പോൾ മൈക്രോബിറ്റ് ഉണ്ടാക്കും. വളരെ കുഞ്ഞായിക്കാണ്ടാണ് എഴുതുക അല്ലേ? ചെറുതായിക്കാണ്ട്, എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിക്കാണ്ട്, വളരെ കുഞ്ഞായിക്കാണ്ട്, ചെറിയ കുഞ്ഞു ഒക്കെ ആ രീതിയിലാണ് എന്ത് ചെയ്യുക? മൈക്രോബിറ്റ് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് എന്ത്? മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോബിറ്റ്, മൈക്രോസ്കോപ്പ്, മൈക്രോ ന്യൂട്രിയൻസ് അതൊക്കെ ഒരേ മീനിങ് ആണ്. കുഞ്ഞ്, ചെറുത്, ചെറിയ എമൗണ്ടിൽ, അങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധി വെച്ച് പറയും, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മാക്രോ ന്യൂട്രിയൻസ്? പേര് തന്നെ ഉണ്ട് മാക്രോ എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ അളവിൽ വേണ്ടി വരും. മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്? കുറഞ്ഞ അളവിൽ മതി. മാക്രോ ന്യൂട്രിയൻസ് എന്താണ്? കൂടുതൽ അളവിൽ വേണം. അപ്പോൾ മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ ഇനി ആ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്? സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള സാധനമാണെന്ത്? മൈക്രോ ന്യൂട്രിയൻറ്റുകൾ. അതേസമയം കൂടിയ അളവിൽ ആവശ്യമുള്ളതാണെന്ത്? മാക്രോ ന്യൂട്രിയൻറ്റുകൾ. ഓക്കെ അല്ലേ? എന്താ, പ്ലാന്റ്സിന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ്. അതേസമയം റിക്വേർഡ് ഇൻ ഓൺലി വെരി സ്മോൾ ക്വാണ്ടിറ്റി, കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതാണെന്ത്? മൈക്രോ ന്യൂട്രിയൻസുകൾ. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഉദാഹരണം പഠിക്കാം. മാക്രോ ന്യൂട്രിയൻസിൻ്റെ ഉദാഹരണം ഞാൻ ജസ്റ്റ് ചുമ്മാ വായിച്ചു തരാം. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഓക്കെ, ഇനി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഉദാഹരണം വായിച്ചു തരാം. സിങ്ക്, ബോറോൺ, ബേരിയം, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എനിക്കും കൺഫ്യൂഷനായി, പേടിക്കണ്ട. സ്വാഭാവികമാണ്, മനുഷ്യന്മാരല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത്രയും ന്യൂട്രിയൻസിനെ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഇതിൽ ഏതാ മൈക്രോ ഏതാ മാക്രോ എല്ലാവർക്കും ഡൗട്ട് വരാവുന്നതേ ഉള്ളൂ. അതിലിപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരാമെന്ന് ചോദിച്ചാൽ, അതായത് ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കും, മൈക്രോ ന്യൂട്രിയൻസിന് 2 ഉദാഹരണം. അപ്പോൾ സിമ്പിൾ അല്ലേ? മൈക്രോ ന്യൂട്രിയൻസിന് 2 ഉദാഹരണം, ബേരിയോ, ബോറോണോ, സിങ്കോ, കോപ്പറോ, മാംഗനീസോ, അയണോ, മോളിബ്ഡിനോ, ക്ലോറിനോ, നിക്കലോ, ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം ചോദിച്ചാലോ, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, അതിൽ ഏതെങ്കിലും ഒരു 2 എഴുതിയാൽ മതി. അങ്ങനെ പൊതുവെ പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദ്യം വരുള്ളൂ. 1 മാർക്കിന്, അതായത് 2 ഉദാഹരണം എഴുതാൻ പറയും. ഒരു ഉദാഹരണം എഴുതി 1/2 മാർക്ക്, മറ്റേ ഉദാഹരണം എഴുതി 1/2 മാർക്ക്, അങ്ങനെ 1 മാർക്കിന് ആ രീതിയിൽ ഇവിടുന്ന് ചോദ്യം വരുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ചോദ്യം വരാനുള്ള സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇത് രണ്ടും മിക്സ് ചെയ്ത് തരും. അതായത് ഇതൊക്കെപ്പാടെ മിക്സ് ചെയ്ത് തരും, ഫ്രൂട്ട്സിലാടെ മിക്സ് ചെയ്ത പോലെ തരും. എന്നിട്ട് ഇതിൽ ഏതാണ് മൈക്രോ ഏതാണ് മാക്രോ എന്ന് എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ട് തരം തിരിച്ചെഴുതാൻ പറയും. അപ്പോൾ നമ്മൾ പെടും. കാരണം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഏതാണ് മൈക്രോ ഏതാണ് മാക്രോ. പക്ഷേ പ്രശ്നമില്ല, നമ്മൾ മൈക്രോ മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ മാക്രോ മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ മാക്രോ മാത്രം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ എന്തേക്കണം? മൈക്രോ വെക്കണം. ഇനി മൈക്രോ മാത്രമാണ് പഠിച്ചു വെക്കുകയെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തേക്കണം? മാക്രോ വെക്കണം. അത് സിമ്പിൾ ലോജിക്ക് വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാക്രോ മാത്രം പഠിച്ചു വെക്കാം.
എന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്തേക്കരം മൈക്രോ ഏക്കരം. മൈക്രോന് ഇപ്പോൾ തൽക്കാലത്തിന് എന്ത് ചെയ്യുക, ഒരു ബേരിയും ബോറോണും സിങ്കും കോപ്പറും ഏതെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഈ മാക്രോ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുക ഒരു കോഡ് പറഞ്ഞുതരാം. മാക്രോയിലുള്ള ആൾക്കാരെ വെറുതെ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒന്ന് വായിക്കൂ, എൻ്റെ കൂടെ വായിക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. വെറുതെ വായിച്ചില്ലേ? ഓക്കെ മതി. ഇനി ഞാൻ പറഞ്ഞുതരാം. അതായത് വെറുതെ ചുമ്മാ ഒരു കോഡ് ഇട്ടു, ചുമ്മാ ഒരു കോഡ്. പോനൈട്രോഫ. അയ്യോ ഇതൊരു രസമില്ലാത്ത എഴുത്ത്, നമുക്ക് എഴുത്ത് മാറ്റാം. വേറെ പെൻ എടുക്കാം. കിഡിലൻ പെന്ന്. ഓക്കെ ഈ പെൻ എടുക്കാം. ഇതാ കേട്ടോ. പോനൈട്രഫ കാമാസു. ഓക്കെ, ഇതെന്താ സാർ? ഇതെന്തില്ലോ ഒരു കോഡ്, ഒരു ലോജിക്കും ഇല്ലല്ലോ ഈ കോഡിൽ. ഒരു ലോജിക്കും ഇല്ല, അത് സത്യം. ഓക്കെ, ലോജിക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് സാധനം പഠിച്ചാൽ പോരെ. നിങ്ങളിതൊന്ന് വായിച്ചാണ്. പോനൈട്രാഫ കാമാസു ഭയങ്കര സുഖേക്കാരല്ലേ? കാമാസു. ഓക്കെ, ഇതെന്താണ്? പോനൈട്രാഫ കാമാസു. ഇനി വെറുതെ ഒന്ന് ചുമ്മാ പറഞ്ഞു നോക്കി. പോനൈട്രാഫ കാമാസു, സിമ്പിൾ. ഓക്കെ, എന്താ? പൊട്ടാസ്യം. നൈട്ര എന്താ? നൈട്രജൻ. എന്താ? ഫോസ്ഫറസ്. എന്താ? കാൽഷ്യം. എന്താ? മഗ്നീഷ്യം. എന്താ? സൾഫർ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. ഇതാ പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് പഠിക്കാനുള്ള കോഡ് കിട്ടിയല്ലോ. അയ്യോ ഓക്കെ മാക്രോ ന്യൂട്രിയൻസ് ഇവരൊക്കെ ആരാണ്? മാക്രോ ന്യൂട്രിയൻസ് നോട്ട് മൈക്രോ ന്യൂട്രിയൻസ് കേട്ടോ. ഓക്കെ, മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ പോനൈട്രാഫ കാമാസു എന്ന് ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും? മാക്രോ ന്യൂട്രിയൻസ് കിട്ടും. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഏക്കാരം എന്ത്? മൈക്രോ ന്യൂട്രിയൻസ്. അത് സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. കാരണം പരീക്ഷയ്ക്ക് മിക്സഡ് ആയിട്ട് തരും. നിങ്ങൾ പോനൈട്രാഫ വെറുതെ വായിച്ചു നോക്കുക. പൊട്ടാസ്യം ഉണ്ടോ? ഉണ്ട്, എന്നാൽ അത് അങ്ങോട്ട് എഴുതാം. നൈട്രജൻ ഉണ്ടോ? ഉണ്ട്, അങ്ങോട്ട് എഴുതാം. ഫോസ്ഫറസ് ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് എഴുതണ്ട. കാൽഷ്യം ഉണ്ടോ? ഉണ്ട്. മഗ്നീഷ്യം ഉണ്ടോ? ഉണ്ട്. സൾഫർ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ പോനൈട്രാഫ കാമാസു, പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെയെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറോ? ഈ വീഡിയോ സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ലൈക്കൊക്കെ തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ മുത്തുമണികൾക്കും സ്വത്തുകൾക്കും കരളുകൾക്കും കുളിരുകൾക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട പാവപ്പെട്ട ഫാസിൽ അറക്കൽ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. താങ്ക്സ് യുവർ സ്വന്തം അറക്കൽ കുഞ്ഞപ്പു. ഓക്കെ, ഗുഡ് നൈറ്റ്.